എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ഇസ്മി റംന പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ആണിത്. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ വന്നു വെച്ചാല് ഇപ്പൊ നമ്മൾ ഇന്നലെ ബ്ലഡ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിരുന്നു. എന്റെ ബി നെഗറ്റീവ് ആണ്, എ ബി നെഗറ്റീവ്, താത്താന്റെ ബി നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ബ്ലഡ് ചിലപ്പോൾ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ട ആരെങ്കിലും ചികിത്സയിലിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ നമുക്ക് തയ്യാറാണ്. അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനെയും അമ്മനെയും സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ഒരുപാട് ആളുകൾക്ക്. അപ്പൊ നമുക്ക് ആ വേദന മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എനിക്ക് 4 മക്കളാണ്, നമ്മുടെ കുഞ്ഞു വാവ അടക്കം 4 മക്കളാണ് കേട്ടോ. അപ്പൊ അതില് ഉമ്മോട് സംസാരിക്കുന്നതാട്ടോ. അപ്പൊ അത് കൂടെ ഒരു വാവനെയും കൂടെ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഒരു കുട്ടീനെ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിപ്പോ നമ്മളുടെ ഉള്ള സൗകര്യത്തിൽ നമുക്ക് പറ്റുന്നത് പോലെ നോക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ല വാവക്ക് സമ്മതല്ലേ? അപ്പൊ ഞാൻ അതിന് മുന്നേ ഇങ്ങനെ വാവനോട് ഇങ്ങനെ ഇനിയൊരു വാവ എന്ന് പറയുമ്പോൾ വാവ ഭയങ്കര തല്ലൂടല്ലായിരുന്നു കേട്ടോ. അവർക്ക് താല്പര്യം ഇല്ല കേട്ടോ അങ്ങനത്തെ കാര്യമൊന്നും. പക്ഷെ ഇപ്പൊ ഈ ഒരു ദുരന്തം അറിഞ്ഞപ്പോ വാവ എന്നെ പറഞ്ഞു ചെയ്യുന്ന ഒരു കുഞ്ഞു വാവനെ എടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. 2 വാവേ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കുട്ടികളുടെ ആ ഒരു മനസ്സും അവരുടെ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കണല്ലോ. അപ്പൊ നമ്മളെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പൊ എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇതാക്കിയല്ലേ, അതാണ് നമ്മുടെ കേരളം. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതാണ് വേണ്ടത് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള അവരുടെ വീടുകളില്ല എന്നാലും വെള്ളം കയറി നശിച്ചെടുക്കുന്ന വീടുകൾ പോയിട്ട് അവർ സഹകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് വൃത്തിയാക്കണം. വീട് വെച്ചു കൊടുക്കാനുള്ള ഭാഗം നമുക്ക് ഇല്ലല്ലോ. അപ്പൊ മാക്സിമം അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പക്ഷെ നമുക്ക് കുറെ പരിമിതികൾ ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് ബ്ലഡിന്റെ അതാവുമ്പോ ഞങ്ങളത് റയർ ഗ്രൂപ്പാണ്, കിട്ടാത്ത ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു സഹായമെങ്കിലും ചെയ്യാന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഈ ഒരു വീഡിയോയിലും പറയുന്നത് വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് ഒന്നുമല്ല. എനിക്ക് 4 മക്കളെ പഠിച്ചു തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് അബോഷനായിട്ട് പോയിട്ടുണ്ട് 4 മാസം ആകുമ്പോ. അപ്പൊ ആ ഒരു വേദന ഇന്നും അറിയാം, ആ ഒരു പോയ വേദന ഇന്നും അറിയുന്നത് കൊണ്ട് തന്നെ എപ്പോഴും തീരാ ഒരു വേദന മനസ്സിൽ എത്ര ആക്കിയാലും ഒരു വേദന ഉണ്ട് അത്. അപ്പൊ നമ്മളെന്താ ആ ഒരു എന്താ പറയാ, നമ്മളെ 4 മക്കളെ കൂടെ ഒരു കുട്ടിയും കൂടെ നോക്കാൻ നമുക്ക് ഒരു പ്രശ്നമില്ല. മക്കള് കഴിക്കുന്നത് പോലെ നമ്മൾ എന്താണോ നമ്മളെ മക്കൾക്ക് ചെയ്യുന്നത് പോലെ അതുപോലെ ചെയ്തു കൊടുക്കാൻ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നവുമില്ല, സന്തോഷമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമങ്ങളുണ്ടല്ലോ, അതിനൊക്കെ പറ്റുമെങ്കിൽ നമ്മളും ഏറ്റെടുക്കാൻ തയ്യാറാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. എന്തായാലും റീച്ചിന് വേണ്ടിയിട്ടൊന്നല്ല, നല്ല മനസ്സാണ്. 4 കൊച്ചുണ്ടായിട്ടും ഒരു അനാഥ കുഞ്ഞിനെ ദത്തെടുക്കുന്നത് നല്ല മനസ്സ് തന്നെയാണ്. പിന്നെ വേറെ ചോദ്യം എന്താ വെച്ചാൽ 4 കൊച്ചുണ്ടായിട്ടും പിന്നെ എന്തിനാ അനാഥ കുഞ്ഞിനെ എടുക്കുന്നത് എന്നാണ് ചോദ്യം വരുന്നത്. ആ വീഡിയോന്റെ അടിയിൽ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട്. എന്റേതാണെന്ന് പറയാൻ നാണമില്ല. ഈ കമന്റ് അടിച്ചില്ലേ, ഇതൊക്കെ ഉളുപ്പിൽ. ഇത്രയും നല്ല കാര്യം പറഞ്ഞിട്ട് നിന്റെ മനസ്സ് സൂപ്പർ അടിപൊളി. ഈ ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ഇതിന്റെ താഴെ ഒന്ന് കൂടിയെന്ന് കമന്റ് ചെയ്യാൻ കാണിച്ച നിന്റെ മനസ്സടെ സൂപ്പർ അടിപൊളി. അങ്ങ് പോയാൽ മതി, വേഗം കിട്ടും. ആരുടെയും കുട്ടിയെ എടുത്ത് എന്റേതാണെന്ന് പറയാൻ നാണമില്ല. ഈ നിനക്കും ഉളുപ്പില്ല, നിന്റെ മനസ്സിൽ വിഷം. ആരെങ്കിലും കുഞ്ഞിനെ വളർത്താൻ മനസ്സുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ഈ ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ഇതിന്റെ താഴെ ഒന്ന് കൂടിയെന്ന് കമന്റ് ചെയ്യാൻ കാണിച്ച നിന്റെ മനസ്സടെ സൂപ്പർ അടിപൊളി. അങ്ങ് പോയാൽ മതി, വേഗം കിട്ടും. ആരുടെയും കുട്ടിയെ എടുത്ത് എന്റേതാണെന്ന് പറയാൻ നാണമില്ല. ഈ കുട്ടികളെ ഇല്ലാത്തവർ അനാഥ കുട്ടികളെ ഏറ്റെടുക്കട്ട്, നല്ല കാര്യം, ഇല്ലെന്ന് പറയില്ല. പിന്നെ നിലവിൽ 4 കുട്ടികളുണ്ട്, അതിലൊരു കുട്ടീനെ കൂടി ഏറ്റെടുക്കാൻ പറഞ്ഞത് നല്ല മനസ്സ്. പിന്നെ കുട്ടികളില്ലാത്തവര് ചോദിച്ചു വരില്ല കുട്ടികളെ, എന്തുകൊണ്ട്? ഈ ദത്തെടുക്കുന്നതിൻ്റെ കുറച്ച് നിയമവശങ്ങളുണ്ട്, അത് ന്യൂസിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വെക്കാം. നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട്. ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി അഥവാ കാരയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം.
ഈ സൈറ്റിൽ കയറിയാൽ സംസ്ഥാനം തിരിച്ച്, ജില്ല തിരിച്ച് അഡോപ്ഷൻ ഏജൻസികളുണ്ട്. കേരളത്തിൽ 14 അഡോപ്ഷൻ ഏജൻസികളുണ്ട്. തിരുവനന്തപുരത്തുള്ള ദമ്പതികളാണെങ്കിൽ കാരയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തെ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി സെലക്ട് ചെയ്യണം. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസും അംഗീകൃത ദത്തെടുക്കൽ കേന്ദ്രവും രജിസ്റ്റർ ചെയ്തവരുടെ ഹോം സ്റ്റഡി നടത്തും. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശാരീരിക, മാനസിക, വൈകാരിക സ്ഥിരതയുള്ളവരാകണം. സാമ്പത്തികമായി കഴിവ് വേണം. ജീവന് ഭീഷണിയാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ദമ്പതികളുടെ കാര്യത്തിൽ ഇരുവരുടെയും സമ്മതം വേണം. ഇനി അച്ഛന്റെയും അമ്മയുടെയും വയസ്സ് കൂട്ടുമ്പോൾ അത് 85 വയസ്സിൽ താഴെയാണെങ്കിൽ അവർക്ക് 2 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം. അച്ഛന്റെയും അമ്മയുടെയും പ്രായം കൂട്ടുമ്പോൾ 85നും 90നും ഇടയ്ക്കാണെങ്കിൽ 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളെ ദത്തെടുക്കാം. 90നും 100നും ഇടയ്ക്കാണെങ്കിൽ 4 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളെയും, 100നും 110നും ഇടയ്ക്കാണെങ്കിൽ 8 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയും ദത്തെടുക്കാം. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. സിംഗിൾ പേരന്റ്, അതായത് ഒരു സ്ത്രീക്ക് മാത്രമാണെങ്കിൽ ഏത് ജെൻഡറിലുള്ള കുട്ടികളെയും ദത്തെടുക്കാം. പുരുഷനാണെങ്കിൽ ആൺകുട്ടിയെ മാത്രമേ എടുക്കാൻ പറ്റൂ. 25 വയസ്സ് പൂർത്തിയായ സ്ത്രീക്ക് പുരുഷനോ ദത്തെടുക്കാം. കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള പ്രായവ്യത്യാസം 25 വയസ്സായിരിക്കണം. 55 വയസ്സിന് മുകളിലുള്ളവർക്ക് ദത്തെടുക്കാൻ പറ്റില്ല. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ 3 വർഷം ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. കേരളത്തിൽ ദത്തെടുക്കുന്നവരുടെ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ കുറയരുത്. ഓരോ സംസ്ഥാനത്തെയും പരിധി വ്യത്യസ്തമാണ്. ഇനി വയനാട്ടിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രായോഗിക തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിലും ആശുപത്രികളിലുമുള്ള കുട്ടികൾ പൂർണ്ണമായും അനാഥരാണോ, അവർക്ക് എവിടെയെങ്കിലും ബന്ധുക്കളുണ്ടോ എന്നതെല്ലാം പരിശോധിച്ച് കണ്ടെത്തിയതിനു ശേഷമായിരിക്കും പുനരധിവാസം സാധ്യമാകൂ. എന്നിട്ടേ ദത്തെടുക്കൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. സാധാരണഗതിയിൽ ദത്തെടുക്കൽ നടപടികൾ മേൽ പറഞ്ഞതുപോലെയാണ്. ഇനി വയനാടിന്റെ സ്ഥിതിവിശേഷം പ്രത്യേക കേസായി പരിഗണിക്കുമോ എന്നതിൽ ഇതുവരെ എല്ലാവർക്കും ഇതിൻ്റെ നിയമവശങ്ങൾ മനസ്സിലായല്ലോ. 4 കുട്ടികളെ നിങ്ങൾക്ക് കുട്ടികൾ എടുക്കാതെ ഇരിക്കുക നിങ്ങൾ ഇഷ്ടമാണ്.